إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദുൽഖഅദ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പവിത്രമാക്കിയിട്ടുള്ള ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് വളരെ അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഹാജിമാർ ഏകദേശം മക്കയിൽ എത്തിക്കഴിഞ്ഞ ഒരു സന്ദർഭം കൂടിയാണിത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 13 ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ള, വളരെ പവിത്രമായ ദിവസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ പ്രവാചകന്റെ സ്വഹാബത്തുമെല്ലാം മതം പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി കാണുകയും അതിലുപരി നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമകൾക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നൽകുക എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു രീതിയാണ്. ഏതു സന്ദർഭത്തിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യാം. പക്ഷെ ചില പ്രത്യേക കാലങ്ങളും ചില പ്രത്യേക ദിവസങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. ഏതൊരു പ്രത്യേകമായ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൂടുതൽ അടുക്കാനുള്ള, തിന്മയിൽ നിന്ന് കൂടുതൽ വിദൂരമാകാനുള്ള ഒരു പ്രവണതയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ഒരുപാട് പ്രത്യേകതകൾ ഈ 13 ദിവസങ്ങൾക്കുണ്ട്. അതിലാദ്യത്തെ 10 ദിവസങ്ങൾക്ക് പ്രത്യേകമായ
പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിന്റെ ആദ്യ ഭാഗത്ത് കാണാം വൽ ഫജ്രി വലയാലിൻ ആശർ വശഫഇ വൽ വത്ർ. പ്രഭാതം തന്നെയാണ് സത്യം, 10 രാവുകളും തന്നെയാണ് സത്യം, ഒറ്റയും ഇരട്ടയും തന്നെയാകുന്നു സത്യം. ഏതാണ് ഈ 10 രാവുകൾ? അതിനെ സംബന്ധിച്ചിടത്തോളം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയതായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന്റെ മഹത്വമാണ് അത് വിളിച്ചോതുന്നത്. എത്രത്തോളം ചോദിച്ചാൽ വിശുദ്ധ റമദാനിലെ അവസാനത്തെ രാവിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളിൽ അതിന്റെ പകലിനേക്കാൾ എന്ന് പറഞ്ഞാൽ റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾക്ക് മഹത്വം കൂടുതലാണ്. എന്നാൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പിന്നെ പകലുകൾക്ക് അതിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ വരെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട്? കാരണം അത്രയും പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങൾക്ക് നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ തന്നെ കാണാം, നിങ്ങൾ അള്ളാഹുവിനെ പ്രത്യേകമായി കൊണ്ട് ഓർക്കേണ്ട ദിവസങ്ങളാണ് ഇത് എന്നാണ്. എല്ലാ ദിവസവും അള്ളാഹുവിനെ ഓർക്കണം. എന്നാൽ ഈ ഒരു പ്രത്യേകമായ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകമായി അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ പ്രത്യേകമായി ഓർക്കണം അറിയപ്പെട്ട ദിവസങ്ങളിൽ. ഏതാണ് ഈ അറിയപ്പെട്ട ദിവസങ്ങൾ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും, യാനി അയ്യാമുൽ അശർ. അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അത്രയും പുണ്യമുള്ള വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹു പ്രത്യേകമായി കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് സഹോദരന്മാരെ. ഇനി ഏകദേശം 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത്. ഇൻഷാ അല്ലാഹ് റമദാൻ പിന്നെ ദുൽഖഅദ മാസം അതിന്റെ ഞായറാഴ്ചയാണ് 29ാമത്തെ ദിവസം. അന്ന് മാസം കാണുകയാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ ദുൽഹിജ്ജ 1ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത്രയും പുണ്യമുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത് എന്നർത്ഥം. മാത്രമല്ല ഇത് നമ്മുടെ ശരീഅത്തിൽ മാത്രമല്ല, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ മാത്രമല്ല ഈ ദിവസങ്ങൾക്ക് അള്ളാഹു പുണ്യം നിശ്ചയിച്ചിരുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീഅത്തിലും തൗറാത്ത് നൽകപ്പെട്ട ആ അനുയായികളിലും ഈ ദിവസങ്ങൾ പുണ്യമുള്ള ദിവസങ്ങളായിരുന്നു എന്ന് കാണാൻ കഴിയും. എത്രത്തോളം ചോദിച്ചാൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൂരി സീന പർവ്വതത്തിലേക്ക് പ്രത്യേകമായി കൊണ്ട് തൗറാത്ത് കിട്ടാൻ വേണ്ടി ആ പ്രവാചകൻ അള്ളാഹു ക്ഷണിച്ചു. അതിൽ പ്രത്യേകമായി അവസാനത്തെ 10 ദിവസങ്ങൾ വർദ്ധിപ്പിച്ചു നൽകിയത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഏത് ശരീഅത്തിലും പ്രത്യേകമായ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ്. മാത്രമല്ല ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, ഇന്ന ശഹ്റ ദുൽഹിജ്ജ അഫ്ളലുൽ അശ്ഹുരിൽ ഹുറും ഹൈസു കാന അഅ്ളമു ഹുർമതൻ. 4 പ്രത്യേകമായ ഹുർമത്താക്കപ്പെട്ട മാസങ്ങളുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളാണ് അശ്ഹുറുൽ ഹുറും എന്ന് പറയപ്പെടുന്ന മാസങ്ങൾ. യുദ്ധം നിഷിദ്ധമായ, അതുപോലെ തന്നെ കലഹങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ലാത്ത, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കേണ്ട മാസങ്ങളാണ്. ഹജ്ജിനും ഉംറക്കും ഒക്കെയുള്ള മാസങ്ങളാണ്. ഈ 4 മാസങ്ങളിൽ തന്നെ ഏറ്റവും പവിത്രമായ മാസം എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസമാണ് എന്ന് മഹാന ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുണ്യം വിശദീകരിച്ചത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം ചോദിച്ച പ്രവാചകൻ പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൻ അഫ്ളൽ മിൻഹാ ഫി ഹാദിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ദിവസങ്ങൾ, ഈ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള അമല് എന്നാണ്. അഥവാ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനമാണ്.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പ്രവാചകന്റെ സഹാബത്ത് സംശയിച്ചു, നബിയെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എത്ര വലിയ പുണ്യമുള്ള പ്രവർത്തനമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ വാളെടുത്തുകൊണ്ട് പോരാടുകയും ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എത്ര പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ ആ പുണ്യമുള്ള കാര്യത്തെക്കാളും മഹത്വമുണ്ടോ ഇതിലൊരു നമസ്കാരം നിർവഹിച്ചാലോ സ്വതഖ നിർവഹിച്ചാലോ നോമ്പ് നോറ്റാൽ ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിനേക്കാൾ പുണ്യമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഈ ദിവസങ്ങളിൽ അമലു സാലിഹാത്തുകൾക്ക് പുണ്യമുണ്ട്. ഇല്ല, എങ്ങനെയല്ലാതെ റജുലുൻ യഖ്റുജു ബിഹാ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈഇൻ, അയാൾ ആ യുദ്ധത്തിന് പോയി ജിഹാദിന് പോയി അയാളുടെ ജീവൻ കൊടുത്ത് ഷഹീദായിട്ടുണ്ടെങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇല്ല എങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും പുണ്യമുള്ള അമലു സാലിഹാത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യമുള്ള ദിവസങ്ങളാണ് ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വിശുദ്ധ റമദാൻ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ മറ്റു മാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്രവാചകൻ ഈ ഒരു പുണ്യം പഠിപ്പിച്ചത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കാണ്. പലപ്പോഴും റമദാനിന് കൊടുക്കുന്ന രൂപത്തിലുള്ള മഹത്വവും അതുപോലെ തന്നെ റമദാനിൽ കാണിക്കുന്ന ആ ശ്രദ്ധയും കാര്യങ്ങളൊന്നും പലപ്പോഴും പല ആളുകളും ഈ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് കാണിക്കാറില്ല എന്നുള്ളത് വാസ്തവമാണ്. റമദാനിൽ കൃത്യമായിക്കൊണ്ട് ജമാഅത്തുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അതിന്റെ ഒന്നാമത്തെ സഫ് ശ്രദ്ധിക്കാറുണ്ട്, ജമാഅത്തിൽ മസ്ബൂഖായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ കൂടുതൽ പ്രവാചകൻ ശ്രദ്ധിക്കുകയും പ്രവാചകൻ പ്രതിഫലമുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ദിവസങ്ങളാണ് സഹോദരന്മാരെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന്. കാരണം ഒരു ജിഹാദിനേക്കാളും പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ ഷഹീദായെങ്കിൽ മാത്രമേ അതിന്റെ പ്രതിഫലം കൂടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വങ്ങൾ ഈ ദിവസങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത്? കാരണം നമുക്കറിയാം, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ എല്ലാ ഇബാദത്തുകളും ഹജ്ജ് അടക്കമുള്ള അറഫ അടക്കമുള്ള ദിവസങ്ങളെല്ലാം വന്നു ചേരുന്ന ഒരു പ്രത്യേകമായ സന്ദർഭം കൂടിയാണ്. ഹജ്ജിനെ സംബന്ധിച്ചോ നമുക്കറിയാം, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഒരു മനുഷ്യന് സ്വർഗം കൊടുക്കുന്ന അമലാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് കണ്ണീര് വാർത്ത് പടച്ചറബിലേക്ക് തൗബ ചെയ്ത് അവർ സ്വർഗ കവാടത്തിലേക്ക് എത്തുന്ന ആ ഒരു മഹനീയമായ ദിവസങ്ങൾ ഈ ഹജ്ജിന്റെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അള്ളാഹുലേക്ക് അടുക്കുകയും പാപങ്ങളിൽ നിന്ന് മുക്തരാകുകയും ചെയ്യുന്ന ദിവസമാണത്. അതുകൊണ്ട് തന്നെയാണ് അമലു സാലിഹാത്തുകളിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല, ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അതിലൊരു ദിവസമാണ് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ ഹിജ്റ വർഷം 10 ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ഹിജ്റ 10 അന്ന് ദുൽഹിജ്ജ 9 അഥവാ അറഫ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴാണ് പ്രവാചകൻ ഇസ്ലാം പൂർത്തിയാക്കിക്കൊണ്ടുള്ള ആയത്തിറങ്ങിയത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ വന്നുകൊണ്ട് പറയാൻ, യാ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദ് നസലത് ലത്തഖദനാ ദാലിക അൽയൗമ ഈദൻ. അല്ല ഉമറേ, അല്ല അമീറുൽ മുഅ്മിനീൻ, ജൂതന്മാർ പോലും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് മുഖാത്തബത്ത് നടത്തിയിരുന്നത്, അങ്ങനെ വിശേഷിപ്പിച്ചിരുന്നത്. വിശ്വാസികളുടെ അമീറായ ഉമറേ, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഖുർആനിൽ ഒരായത്തുണ്ടല്ലോ. ഏതാണ് ആയത്ത്? ആ ആയത്ത് ഞങ്ങളുടെ മേൽ അഥവാ ജൂതന്മാരുടെ മേലാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ ആ ആയത്ത് ഇറങ്ങിയ ദിവസം ഞങ്ങൾ അതിനൊരു പ്രത്യേകമായ പെരുന്നാളായി, ഒരു ആഘോഷമായി ഞങ്ങൾ കൊണ്ടാടുമായിരുന്നു. ഇവിടെ ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാൻ. നിങ്ങൾ ആലോചിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജൂതന്മാർക്ക് ഖുർആനിലെ ആയത്തുകൾ പോലും ആ ആയത്ത് എവിടെ ഇറങ്ങി എന്ന് പോലും അറിയാം. അതുകൊണ്ടാണല്ലോ ജൂതം എന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആ ഖുർആനിലുള്ള ആയത്തുകൾ ഏതാണെന്നും ആ ആയത്ത് എവിടെ ഇറങ്ങിയതാണ് എന്ന് പോലും ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രുക്കളായ ജൂതന്മാർക്ക് പോലും അറിയാം. പക്ഷെ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ആ വിശുദ്ധ ഖുർആൻ ആയത്ത് പോയിട്ടത് പഠിക്കുന്ന പോലും പ്രത്യേകം പുണ്യമില്ല എന്ന് പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമുദായത്തിൽ പണ്ഡിതന്മാർ കിതാബ് എഴുതിയിരുന്നു. ഖുർആൻ പരിഭാഷ അത് ഹറാമാണ്. ആ ഖുർആൻ പരിഭാഷ എഴുതിയ ആളെ ഒരു പണ്ഡിതനെ കാഫറാക്കുന്ന അവസ്ഥ വരെ ഉണ്ടായ ദാരുണമായ അവസ്ഥ ഉണ്ടായ നാടാണിത്. മാത്രമല്ല, അതിനെതിരെ പുസ്തകം എഴുതിയ പണ്ഡിതൻ പറഞ്ഞെന്താ,
സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കൽ പോലും നിർബന്ധമില്ല. അതിൽ ഒരായത്തിന്റെ അർത്ഥം പഠിക്കൽ പോലും പ്രത്യേകം സുന്നത്ത് പോലും ഇല്ലാന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ അർത്ഥം പോലും പഠിക്കൽ സുന്നത്ത് പോലും ഇല്ല. എന്നൊരു സുന്നത്തിന്റെ കൂലി പോലും കിട്ടൂല. എന്നൊരു ഒരാൾ പള്ളിക്ക് കയറി 2 റക്അത്ത് തഹീത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് സുന്നത്തിന്റെ കൂലി കിട്ടും. ആ സുന്നത്ത് നിസ്കരിച്ചതിന്റെ കൂലി പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ അർത്ഥം പഠിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടം ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചു, ജൂതന്മാർ എവിടെ നിൽക്കുന്നത്? റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒന്ന് ചോദിക്കാൻ, നിങ്ങളുടെ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ അതിനെ ഈദാക്കുമായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത്? വൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന സൂറത്ത് മാഇദയിലെ ആയത്താണ്. അപ്പൊ മഹാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആയത്ത് ഖദ് അറഫ്നാ ദാലികൽ യൗമല്ലദീ നസലത് ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേരിൽ ആ ആയത്തിറങ്ങിയ ദിവസം ഞങ്ങൾക്കറിയാം. അതെവിടെയാണ്? വഹുവ ഖായിമുൻ ബിഅറഫ യൗമൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കർമ്മം നിർവഹിച്ചപ്പോൾ അറഫ ദിവസം ഒരു ജുമുഅ ദിവസമായിരുന്നു. അന്നൊരു ജുമുഅ ദിവസമാണ്, അന്ന് അറഫ ദിവസമാണ്. മാത്രമല്ല യൗമ അറഫ ഈദാണ്. 2-3 പ്രത്യേകതകൾ പ്രത്യേകമായി കൊണ്ടുള്ള ദിവസത്തിലാണ് ആയത്തിറങ്ങി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രത്യേകമായിക്കൊണ്ട് ഞങ്ങൾക്കതിനെ ഈദാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകമായിക്കൊണ്ട് ഞങ്ങൾക്കതിനെ ഒരു പെരുന്നാളായിക്കൊണ്ട് ആഘോഷിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഈദിന്റെ ദിവസങ്ങളിൽപ്പെട്ട അറഫ ദിവസത്തിൽപ്പെട്ട ഒരു ദിവസമാണ് ആയത്തിറങ്ങിയത് എന്ന്. അപ്പൊ ആ വിശുദ്ധ ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം ഏതാണ്? ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ 9ാമത്തെ ദിവസമാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന പ്രത്യേകതയാണ്. മാത്രമല്ല സഹോദരൻ, നമുക്കറിയാം അറഫ ദിവസം എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ അറഫ മൈതാനിൽ ഒരുമിച്ചുകൂടി ളുഹർ മുതൽ മഗ്രിബ് വരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ. എന്താ പ്രാർത്ഥിക്കുന്നത്? ദുനിയാവും ആഖിറും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിൽ എന്നല്ല ലോകത്തെവിടെയും കാണാത്ത, മനുഷ്യ ചരിത്രത്തിൽ അറഫയിലല്ലാതെ കാണാത്ത അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകളും ഉയർത്തി, പ്രവാചകൻ അങ്ങനെ തന്റെ കക്ഷം വെളിപ്പെടുമാറ് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് 2-3 സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് അറഫ ദിവസത്തിലാണ്, മറ്റേത് പ്രവാചകൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഘട്ടത്തിലെ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിക്കാറ്. അങ്ങനെ 2 കരങ്ങളും ഉയർത്തി കഅബയിലേക്ക്, ആ ഭാഗത്തിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞെന്താ? പ്രവാചകൻ പറയും, ഇന്നല്ലാഹ യുബാഹി ബിഅഹ്ലി അറഫാത്തിൻ അഹ്ലസ് സമായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫയിലുള്ള ആളുകളെ, ആ ശുഭവസ്ത്രധാരികളായ മനുഷ്യന്മാരെ നോക്കിക്കൊണ്ട് തന്റെ അടുക്കലുള്ള അർശിന്റെ വഹിക്കുന്ന മലക്കുകളെ കുറിച്ചും അതുപോലെ തന്നെ ജിബ്രീലും മീകായിലിനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പെരുമ നടിക്കുന്ന, നോക്കൂ ജിബ്രീലെ, നോക്കൂ മീകായിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള മലക്കുകളോട് പറയും, നോക്കൂ എന്റെ അടിമകൾ എന്നോട് ചോദിക്കാൻ വേണ്ടി എന്നിലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ കാണുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടുക്കലുള്ള മലക്കുകളോട് പെരുമ നടിക്കുന്ന ദിവസമാണ് അറഫ ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഈ അറഫ ദിവസം എവിടെയാണ്? ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ 9ാമത്തെ ദിവസമാണ് അറഫ എന്നുള്ളത്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ അൻ യുഅ്തിഖ അല്ലാഹു ഫീ അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്രയും ആളുകളെ വേറെ ഒരു ദിവസത്തിലും, റമളാനിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ അള്ളാഹുലേക്ക് അടുക്കാനും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കാര്യങ്ങൾ കൈകൾ നീട്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്ന ദിവസം. പക്ഷെ പലപ്പോഴും അറഫയിലൊക്കെ നമ്മൾ കാണാൻ കഴിയുന്ന ദുഃഖകരമായ സത്യം എന്താ വെച്ചാൽ അവിടെയും മൗലൂദ് റാത്തീബ് നടത്തുന്ന ചില പുരോഹിതന്മാരെ കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ളുഹ്റുസ്കാരം മുതൽ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ പടച്ചറബിലേക്ക് അകമഴിഞ്ഞ് മനസ്സ് തുറന്ന് കണ്ണുകൾ കണ്ണീരൊലിപ്പിച്ച് അവന്റെ എല്ലാം മറന്ന് പടച്ചവനിലേക്ക് മനസ്സിനെ ലയിപ്പിക്കേണ്ട ദിവസത്തിൽ പോലും ആ അറഫ മൈതാനിലെ ടെന്റിൽ വെച്ച് പോലും മൗലൂദ് റാത്തീബും കഴിച്ച് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ട്. മാത്രമല്ല പലപ്പോഴും ഭക്ഷണം കഴിച്ച് ഉറങ്ങിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറയുന്ന തന്റെ അടിമകളെക്കുറിച്ച് വലിയ പെരുമ നടിക്കുന്ന ദിവസങ്ങളിൽ പോലും, സന്ദർഭങ്ങളിൽ പോലും അല്ലാഹുവിലേക്ക് അടുക്കാൻ ഒരു മനുഷ്യന് തൗഫീക്ക് കിട്ടുന്നില്ലെങ്കിൽ സഹോദരന്മാരെ, നമുക്ക് വലിയ എന്തോ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നായി മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളിൽ, അല്ലാഹുവിന് താല്പര്യമുള്ള ദിവസങ്ങളിൽ അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാനും അടുക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത, അല്ലാഹുവിന് വെറുപ്പുള്ള എന്തോ ചില തിന്മകൾ നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൗഫീക്ക് നമുക്ക് നഷ്ടപ്പെടും. ഇനി ഈ പറഞ്ഞ ദിവസങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ആദ്യത്തെ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകമായിക്കൊണ്ട് നമുക്കൊരു ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകമായിക്കൊണ്ട് പടച്ചറബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമുക്ക് എന്തോ ഒരു തൗഫീഖിന്റെ കുറവുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ റമദാനിലെ പോലെ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി കണ്ടിരുന്ന ദിവസങ്ങളാണിതൊക്കെ. പക്ഷെ നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മളെന്ത് മനസ്സിലാക്കണം, എന്തോ ഒരു തൗഫീഖ് എനിക്ക് കുറവുണ്ട് എന്നുള്ള മനസ്സിലാക്കുക. ആ തൗഫീഖ് കുറവ് എവിടെ നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ സഹോദരന്മാരെ എല്ലാവിധ തൗഫീഖും നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവാചകൻ പറഞ്ഞു, ഖൈറു ദുആ ദുആ യൗമ അറഫ. അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? അള്ളാഹുലേക്ക് മനസ്സ് തുറന്ന് കണ്ണുകൾ കലങ്ങി കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഖൈറുള്ള പ്രാർത്ഥന എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ ഉള്ള കാരണം അതാണ്. മാത്രമല്ല, യൗമ അറഫ യൗമുൻ നഹ്രി അയ്യാമു മിന ഈദുന അഹ്ലുൽ ഇസ്ലാം. ദുൽഹിജ്ജ 9 മുതൽ അഥവാ യൗമ അറഫ മുതൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസങ്ങളാണ്. ദുൽഹിജ്ജ 9, 10, 11, 12, 13. അതുകൊണ്ടാണ് പ്രവാചകന്റെ ഹദീസിൽ കാണാം, ദുൽഹിജ്ജ 9 അതായത് അറഫ ദിവസത്തിന്റെ രാവിലെ മുതൽ തക്ബീറുകൾ ചൊല്ലിത്തുടങ്ങാം. നമ്മൾ സാധാരണ പെരുന്നാളിന് ചെല്ലുന്ന തക്ബീറുകൾ അറഫ ദിവസത്തിന്റെ അന്ന് സുബഹിക്ക് മുതൽ തുടങ്ങാം. കാരണം എന്താ? പ്രവാചകൻ പറഞ്ഞു, ആ ദിവസങ്ങളൊക്കെയും ഈദുന അഹ്ലുൽ ഇസ്ലാം, വിശ്വാസികളായ ആളുകളുടെ ഈദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഈദിന്റെ ദിവസം കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണും, ഈ മൊത്തം 10 ദിവസങ്ങളെ കുറിച്ച് പ്രവാചകൻ പറയും, അഫ്ളു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ. ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന ദിവസങ്ങളിൽ പകലുകളിൽ ഏറ്റവും അഫ്ളലായ പകലിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അയ്യാമുൽ അശറിന്റെ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പകലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. മഹാൻ ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിച്ച് എന്തുകൊണ്ടാണ് അഫ്ളലായത്? കാരണം വല്ലദി യദ്ഹറു സബബു ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ ലി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദാത്ത്. ഇസ്ലാമിൽ ഉള്ള ഇബാദത്തുകളെല്ലാം അവിടെ ഒരു കൂട്ടി വരുന്നുണ്ട്. അത് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സദഖയുണ്ട്, ഹജ്ജുണ്ട്, ബലികർമ്മമുണ്ട്. ഇങ്ങനെ എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് വരുന്ന ദിവസമായതുകൊണ്ടാണ് അതിന് പ്രത്യേകത കിട്ടിയത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണുക. അപ്പോൾ സഹോദരന്മാരെ, ചുരുക്കത്തിൽ വളരെ പുണ്യമുള്ള, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൂടുതൽ അടുക്കാനും അതുവഴി സ്വർഗ്ഗം നേടാനും അല്ലാഹു സുബ്ഹാനഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹിജ്ജ മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഏകദേശം ഇപ്പം നമ്മൾ മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ഒക്കെ തീരുമാനമാക്കിയിട്ടുണ്ടാവുമല്ലോ, ഉദ്ഹിയ്യത്തിൽ പങ്കുചേരണോ വേണ്ടയോ എന്നുള്ളത്. അതൊരു പക്ഷേ നമ്മൾ ഒരുവിനെ വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾ ഉദ്ഹിയ്യത്തിന് ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരുവിനൊന്നും വാങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഈ പറയുന്ന നിയമങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ച് നമുക്ക് ബാധകമാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ അറാദ അൻ യുദ്ഹിയ, ആരെങ്കിലും ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫലാ യഖ്ലി മിൻ അൾഫാരിഹി വലാ യഹ്ലഖ ശൈഅൻ മിൻ ശഅരിഹി ഫി ആശരി അൽ അവ്വൽ മിൻ ദിൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം അഥവാ അവൻ ബലിയെറുക്കുന്നത് വരേക്കുമുള്ള ദിവസങ്ങളിൽ അവന്റെ നഖം അവൻ വെട്ടാനോ അതുപോലെ തന്നെ അവന്റെ മുടികൾ അവന് കളയാനോ പാടുള്ളതല്ല. എന്നാൽ ശരീരത്തിൽ ഒരു ഭാഗത്തെയും മുടി അവൻ ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ശരീരത്തിലുള്ള നഖങ്ങളെ അവൻ മുറിക്കാൻ പാടില്ല. ഇത് ബലികർമ്മം ഉദ്ദേശിക്കുന്ന കുടുംബനാഥൻ ആരാണോ ബലിയെറുക്കുന്നത് ആ കുടുംബനാഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കാര്യം. വീട്ടിലൊരാള് വാപ്പ ബലിയെറുക്കുന്നുണ്ടെങ്കിൽ ഇത് വാപ്പാക്കുള്ള നിയമമാണ്, ഉമ്മാക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ നിയമം ബാധകമല്ല. കാരണം ആരാണോ ഉദ്ഹിയ്യത്ത് എടുക്കുന്നത് അയാൾക്ക് ബാധകമായ നിയമം. ഒരു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾ ഒരു വാങ്ങിയിട്ടുണ്ടാവില്ല, എന്നാലും പ്രവാചകനോട് പറഞ്ഞു, ഓൻ അറാദ യുദ്ഹിയ, ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ആ നിയമം ബാധകമാണ് എന്നുള്ളത്. അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ
വിശുദ്ധ റമദാന്റെ അവസാനത്തെ പോലെ തന്നെ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ദിക്റുകളും അതുപോലെ തന്നെ തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ വർദ്ധിപ്പിക്കാൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പ്രവാചകൻ പറയാൻ മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ ഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലു സാലിഹാത്തുകൾ ഇഷ്ടമുള്ള ദിവസങ്ങളാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഫഅക്തിറു ഫീഹിന്ന മിനത് തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ ധാരാളമായി കൊണ്ട് ചെല്ലണം. അതുപോലെ തന്നെ തക്ബീർ അല്ലാഹു അക്ബറും ധാരാളമായി കൊണ്ട് പറയണം. വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് പറയാം, അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന തക്ബീറുകൾ അതുപോലെ തഹ്ലീലുകളും തഹ്മീദുകളും ഒക്കെ നിങ്ങൾ ധാരാളമായി കൊണ്ട് ചെയ്യണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ നിർദ്ദേശമാണ്. എന്ന് പറഞ്ഞാൽ ഒരു അൽഹംദുലില്ലയുടെ വില എപ്പോഴാണ് സഹോദരന്മാർ നമുക്ക് മനസ്സിലാകാൻ ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ സൂറത്തുൽ അറാഫ് നിങ്ങൾ വായിച്ചു നോക്കണം. സൂറത്തുൽ അറാഫ് എന്ന് പറഞ്ഞാൽ അറാഫ് എന്ന പേര് കിട്ടാൻ തന്നെ കാരണം എന്താ? സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് ചില മനുഷ്യന്മാരെ നിർത്തി അള്ളാഹു അവരെ ചില പരീക്ഷണത്തിന് വിധേയമാക്കുന്ന രംഗം സൂറത്തുൽ അറാഫിലുണ്ട്. അവർ സ്വർഗം കാണുന്നുണ്ട്, നരകം കാണുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അവർ പ്രവേശിക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടില്ല. കാരണം എന്താ? അവിടെ നന്മകളും തിന്മകളും ഒരുപോലെയായി വന്നു. അപ്പോഴാണ് പടച്ചോൻ എന്റെ ജീവിതത്തിൽ ഒരു അൽഹംദുലില്ലാഹ് എനിക്ക് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്രയോ മുമ്പ് സ്വർഗത്തിലേക്ക് പോകാമായിരുന്നല്ലോ. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു തിന്മ ഞാൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ, ഒരു തിന്മ എന്റെ ജീവിതത്തിൽ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ പടച്ചോൻ എനിക്കിപ്പോ സ്വർഗത്തിലേക്ക് പോകായിരുന്നല്ലോ എന്നാ മനുഷ്യന്മാർ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന രംഗമാണ് സൂറത്തുൽ അറാഫിലെ അറാഫ് നിൽക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ അള്ളാഹു വിശദീകരിച്ച്. അപ്പൊ നമ്മളൊരു അൽഹംദുലില്ലാഹ് വെറുതെ കളയാൻ പാടില്ല. അതുപോലെ തന്നെ അല്ലാഹു അക്ബറിന്റെ മഹത്വങ്ങളൊക്കെ പ്രവാചകൻ പറഞ്ഞ അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ എന്ന ഒരു മനുഷ്യന്റെ ആത്മാർത്ഥമായ അൽഹംദുലില്ലാഹ് എന്നൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അൽഹംദുലില്ലാഹ് ഉണ്ടല്ലോ, നാവ് കൊണ്ട് വെറുതെ പറയുന്നില്ല, നാവ് കൊണ്ട് അത് മനസ്സിൽ തട്ടിപ്പറയുമ്പോഴുള്ള അൽഹംദുലില്ലാഹ് അത് തംലഉൽ മീസാൻ, അവന്റെ തുലാസ് നിറക്കാൻ മാത്രം അത് ശക്തി അതിനുണ്ടെന്ന. മറ്റൊരു ഹദീസിൽ കാണാം ആകാശങ്ങളെയും ഭൂമിയും നിറക്കാൻ മാത്രമുള്ള അമലു സ്വാലിഹാത്താണ് ഒരു മനുഷ്യന്റെ അൽഹംദുലില്ലാഹ് എന്ന്. അത്രയും പുണ്യമുണ്ട് ഓരോ ദിക്റുകൾക്കും. അതുപോലെ അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും നല്ല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇതൊക്കെ പ്രവാചകന്റെ ഹദീസിൽ കാണാം. ഇതൊക്കെ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ പ്രവാചകൻ തുടർച്ചയായിക്കൊണ്ട് നോമ്പ് നോറ്റിരുന്നു എന്നും ചില ഹദീസുകൾ കാണാൻ കഴിയും. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ, പ്രവാചകൻ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ പ്രവാചകൻ നോമ്പ് നോറ്റിരുന്നു. അതുപോലെ തന്നെ വയൗമു ആശൂറ വ 3 അയ്യാമിൻ കുല്ലി ഷഹ്റിൻ, മുഹറം 10 അന്നും അതുപോലെ തന്നെ ഓരോ മാസത്തിലെ 3 ദിവസങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു. അപ്പൊ നോമ്പ് നോൽക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ നോമ്പ് നോൽക്കാം. നിർബന്ധമായി നോൽക്കണമെന്നില്ല. പക്ഷേ നോമ്പെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്താണ്. കാരണം നോമ്പ് നമ്മൾ മുമ്പ് വിശദീകരിച്ചൊരു മനുഷ്യന് തഖ്വ ഉണ്ടാക്കുന്ന, അള്ളാഹുവും പടച്ചോനും മാത്രം അറിയുന്ന ഒരു രഹസ്യ ഇബാദത്താണ് നോമ്പ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സദഖകൾ വർദ്ധിപ്പിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നന്മകൾ വർദ്ധിപ്പിക്കുക, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട മാസമാണ്. കാന സഈദ് ഇബ്നു ജുബൈർ ഇദാ ദഖലത്തിൽ അശ്റു ഇജ്തഹദ ഇജ്തിഹാദൻ മാ യഖാദു യഖ്ദിറു അലൈഹി. ഇമാം ദാരിമി ഉദ്ധരിച്ച ഹദീസാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ കയറി വരുമ്പോൾ റമദാനിന്റെ അവസാനത്തെ 10 അവർ എങ്ങനെയാണോ പരിശ്രമിച്ചിരുന്നത് അതുപോലെ തന്നെ അവർ പരിശ്രമിച്ചിരുന്നു എന്നൊക്കെ തഫ്സീർ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ നമുക്കറിയാം, ഇന്ന് SLC റിസൾട്ടൊക്കെ വരാനിരിക്കുകയാണ്. നമ്മുടെ മക്കളെ സ്ഥാപനങ്ങൾ ചേർത്തിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ജാമിഅ ഹിന്ദ് പോലെയുള്ള സ്ഥാപനങ്ങൾ അഡ്മിഷൻ അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ആ മേഖലയിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ മദ്രസ 20-ാം തീയതിയാണ് തുറക്കുന്നത്. ആ മദ്രസയിലേക്ക് കുട്ടികളെ ചേർത്താനുണ്ടെങ്കിൽ വേഗം ചേർത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വരുന്ന ഞായറാഴ്ച, ഈ 17-ാം തീയതി ഞായറാഴ്ച നമ്മുടെ കൂരിയാട് വെച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം പണ്ടൊക്കെ പെൺകുട്ടികൾ വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല, ആൺകുട്ടികളെ വളർത്താനായിരുന്നു പ്രയാസം. ഇപ്പം അങ്ങനെ നേരെ തിരിച്ചാണ്. കാരണം ആൺകുട്ടികളെ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം ഇപ്പോൾ പെൺകുട്ടികൾ വളർത്തുന്നിടത്താണ്. കാരണം അവർ ഈ ഷോർട്സിന്റെയും റീൽസിന്റെയും അതുപോലെ തന്നെ ഈ പുകയുടെയൊക്കെ ജീവിതത്തിലാണ് നമ്മൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അവർക്കൊരു ദിശാബോധം നൽകാനുള്ള ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് പിന്നെ വിദ്യാർത്ഥിനികളായിട്ടുള്ള ആളുകൾ എല്ലാവരും സമ്മേളനത്തിൽ പങ്കെടുക്കണം. രക്ഷിതാക്കളെ കാര്യം ശ്രദ്ധിക്കണം. ഏതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ നടത്തിപ്പിന് വേണ്ടി ചെറിയൊരു കളക്ഷൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജുമാക്ക് ശേഷം എടുക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ സഹകരിക്കണം എന്നുകൂടി പ്രത്യേകമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും അതുപോലെ തന്നെ വലിയ ആപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സത്യവിശ്വാസികൾ അവർക്കെല്ലാം അല്ലാഹു ആശ്വാസം നൽകുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുഴുവൻ കുതന്ത്രങ്ങളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد.